നമ്മൾ കൂടെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പോൾ അത് ബെൻഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊക്കെ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ മെഴുകുതിരി, അപ്പോൾ നമ്മൾ എണ്ണ തേക്കുകയാണെങ്കിൽ ഉറുമ്പ് കയറിയിട്ട് അതിൻ്റെ ആ കുടയുടെ തുണിയൊക്കെ അരിപ്പ പോലെ ആക്കി കളയും, ആ തുണികളൊക്കെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഇതേപോലെ നമുക്ക് മെഴുകുതിരി ഉണ്ടെങ്കിൽ അതിൻ്റെ മെഴുകുണ്ടല്ലോ ഇതേപോലെ കമ്പിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അത് തുറന്ന് വെച്ചിട്ട് അതിനകത്തുള്ള കമ്പിയിലും പുറത്തുള്ള കമ്പിയിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും കുട തുറക്കുന്നതിനോ അടയ്ക്കുന്നതിനോ ഒന്നും പാട് കാണില്ല. അത് മാത്രമല്ല പെട്ടെന്ന് ചീത്തയാവത്തില്ല കുട. ഇതേപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചാലും കുട ബെൻഡായി പോകത്തില്ല, ചീത്തയാവില്ല. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ചോപ്പറുണ്ടല്ലോ, ഉള്ളിയും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ 5-6 ദിവസം ഉപയോഗിക്കാതിരുന്നത് ഇതുപോലെ വലിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് കാണും കണ്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വാസലിൻ ഉണ്ടെങ്കിൽ ഒന്ന് ആ ചരടിലൊന്ന് തേച്ച് കൊടുക്കുക. ഒരു സ്വല്പം മാത്രം മതി കേട്ടോ. ആ വിരലിൽ തൊട്ടിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിക്കുന്നതിന് ഒരു പ്രയാസം കാണത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്ത് ചോപ്പ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. ഇതേപോലെ ആ ചരടിലൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിനകത്തുനിന്ന് അത് വലിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി അതങ്ങ് സ്റ്റക്കായി പോകും. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നല്ല രീതിയിൽ നമുക്ക് വലിച്ച് കിട്ടും. അപ്പം ഈ കൊച്ചു ടിപ്സുകൾ എല്ലാവർക്കും ഉപകാരപ്രദമാണ്, ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇതിപ്പോൾ കണ്ടോ, പെട്ടെന്ന് നമുക്ക് വലിച്ച് എടുക്കാം. സവാളയൊക്കെ അരിഞ്ഞിട്ട് ബീട്രൂട്ട് ക്യാരറ്റൊക്കെ കട്ടിയുള്ള സാധനമല്ലേ, പെട്ടെന്ന് നമുക്ക് വലിച്ച് ഇതേപോലെ വിടാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ പാരലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗ്രാമ്പുവാണ്. 5-6 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5-6 പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പട്ടയുടെയും ഗ്രാമ്പിൻ്റെയൊക്കെ ആ ഒരു മണം അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് തുളസി ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം തുളസി ഇലയൊക്കെ ഞെട്ടോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പിന്നെ നവരയില അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു എസെൻസ് എല്ലാം അതിനകത്ത് ഇറങ്ങി വന്നപ്പോൾ നല്ല ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കാം. അപ്പോൾ നമുക്ക് ഇത് ഈച്ചയും അതേപോലെ തന്നെ 8 കാലി ചിലന്തിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്ന ഭാഗത്തല്ല, പല്ലിയൊക്കെ വരുന്ന ഭാഗത്തല്ല ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് അടിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ശല്യമേ കാണില്ല. എന്നാൽ വീട്ടിൽ നല്ലൊരു മണം കൂടെ ആയിരിക്കും. ഒട്ടും കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെടിയുടെ ചുവട്ടിലും അതേപോലെ തന്നെ എലി വരുന്ന സ്ഥലത്തും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഭാഗത്തൊന്നും എലിശല്യം ഒന്നും തന്നെ കാണത്തില്ല. അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഉറുമ്പ് ഈച്ചകളൊന്നും വരില്ല, പല്ലികളൊന്നും വരില്ല. അതേപോലെ തന്നെ ഈ ഒരു വെള്ളം നമുക്ക് മുക്കിയിട്ട് ചിലന്തി മാറാലേക്ക് അടിക്കുകയാണെങ്കിൽ ചിലന്തിയുടെ മാറാലയുടെ ശല്യം കാണത്തില്ല. ഈ ഒരു വെള്ളം നമ്മൾ വാഷ് ബേസിലും സിങ്കിലും ഒക്കെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകും കേട്ടോ.